ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ലഞ്ച് വ്ളോഗാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമുക്ക് ഡിന്നറിനും സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെമ്മീൻ കിട്ടിയപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി. നമ്മളെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണി. ഇതിൽ വേറെ വെറൈറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെമ്മീൻ കൊണ്ട് പൊതുവേ എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റിലുള്ളൊരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ 1/4 കിലോ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചെറിയ സൈസിലുള്ള ചെമ്മീനാണ്. അതാണ് കൂടുതലും ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിയില, പുതിനയില, അതിൻ്റെ കൂടെ നാരങ്ങ. തൈര് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ചെമ്മീൻ ആയതുകൊണ്ട്. അതിന് പകരമാണ് നാരങ്ങ നീര്. പിന്നെ ചെമ്മീൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല കൂട്ടങ്ങളാണ് ഇതൊക്കെ. പിന്നെ നേരിയരിയാണ് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്തത്, അതായത് ജീരകശാല റൈസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. കുറച്ച് സ്പൈസസ്, നട്ട്സ്, പിന്നെ ബേ ലീഫ്, ബിരിയാണി എല്ലാം, നമ്മുടെ ഓയിൽ, നെയ്യ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീനിന് തന്നെ തുടങ്ങാം. ഞാനിപ്പോൾ ചെമ്മീൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള അരിഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അതൊന്ന് മാരിനേറ്റ് ആയി വരും. അപ്പം ഞാനിപ്പം എടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, 2-2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ഇതിൽ ബിരിയാണിയിൽ മസാലയിലായാലും ഇങ്ങനെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്നതിലായാലും മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വേണ്ടവർക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി. നമ്മളിവിടെ പൊതുവേ അങ്ങനെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പം നമ്മുടെ സ്റ്റൈലിലുള്ളതിൽ അങ്ങനെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. വേണ്ട ആൾക്കാർക്ക് ചേർക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ചെമ്മീൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുമ്പോൾ മസാല എല്ലാത്തിലും അങ്ങ് പിടിച്ചോളും. അങ്ങനെ ചെമ്മീൻ ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് എത്രയാണോ നമുക്ക് പച്ചമുളക് വേണ്ടത് ആ ഒരു അളവിന് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും അതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്സിക്കമാണ്. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചെമ്മീനിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പം ക്യാപ്സിക്കം കണ്ടപ്പോൾ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാനൊരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ. അതും നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ആ ഒരു മിക്സിയിൽ എന്നിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് വിട്ടുപോയി ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും ഞാനിപ്പം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയൊരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പകുതി ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിപ്പം പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്ത് വെക്കട്ടെ. അപ്പം ഉള്ളിയും തക്കാളിയും ഒന്നും ഈ മസാലയൊന്നും ചെമ്മീനായതുകൊണ്ട് തന്നെ ഒരുപാട് വേണമെന്നില്ല. സാധാരണ ചിക്കനോ ബീഫോ പോലെ ഒരുപാട് വേണമെന്നില്ല. അപ്പം ഞാനതുകൊണ്ട് 1.5 ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, വലിയ സൈസിലുള്ളതായതുകൊണ്ട്. അപ്പം 1/2 മുറിയുള്ളത് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഗാർണിഷിങ്ങിനും പിന്നെ മസാലയിൽ ചേർത്ത് കൊടുക്കാനും വേണം. 1 ഉള്ളി വഴറ്റാനും, കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായതുകൊണ്ട്. ഇനി അത് അരിഞ്ഞെടുക്കാത്തത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങൂല, അപ്പോൾ ആ സമയത്ത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തൈരിന് പകരം ഞാൻ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്.
ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂൺ ഗീ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 1/4 കപ്പോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. ഇതിൽ തന്നെയാണ് ചെമ്മീനും പൊരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് മൊത്തത്തിൽ ഞാൻ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ്. ഇനിയിപ്പം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. ഉള്ളി സാധാരണ ബിസ്ത ഉണ്ടാക്കുന്നില്ലേ, അതുതന്നെയാണ്. കുറച്ച് ഗാർണിഷിങ്ങിനും കുറച്ച് മസാലയിലേക്കും ചേർക്കണം. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഉള്ളി ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ചെമ്മീനാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചെമ്മീൻ പൊരിക്കാനിടുന്നതിനെക്കാട്ടിൽ എൻ്റെ അടുത്ത് മറന്നുപോയി ആ സമയത്ത്. ഉള്ളിയാണ് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടുപോയത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് ഓർമ്മ വന്നത് ചെമ്മീൻ പൊരിച്ചിട്ട് അതിലേക്ക് ഉള്ളി മാളിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ആ ചെമ്മീൻ്റെ മസാലയും ഒക്കെ ആ ഒരു സത്തൊക്കെ നമുക്ക് ഈ ഒരു എണ്ണയിൽ കിട്ടുമ്പോൾ അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് വിട്ടുപോയി അത്. പെട്ടെന്ന് തന്നെ ഞാനത് ഓർമ്മ വന്നപ്പം ആ വഴറ്റാൻ വെച്ച ഉള്ളി വീണ്ടും ഞാനത് മാറ്റിയിട്ടുണ്ട്. ഈ ചെമ്മീൻ വേറെ തന്നെ പൊരിച്ചെടുത്തിട്ട് ലാസ്റ്റ് മിക്സ് ആക്കിയാലും മതി. പക്ഷേ ഞാൻ ഓയിലെല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ടുപോയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വേറെ തന്നെ പൊരിച്ചെടുക്കുമ്പോൾ അതിലും ഓയിൽ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ കുറേ ഓയിൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളി എടുത്ത് മാറ്റിയത്. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ചെമ്മീനൊന്നും വേവാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് പൊരിഞ്ഞ് വരും. മാത്രമല്ല നമ്മൾ ഇതിങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഇനിയൊരു മസാലയിലും കൂടെ ഇട്ട് മിക്സാക്കി എടുക്കുമ്പം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് കോട്ടായി വന്നാൽ മതി. ഒന്ന് ജസ്റ്റ് ആ ഒരു ചെമ്മീനൊന്ന് ചുരുണ്ട് വന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അങ്ങനെ ഇപ്പം ചെമ്മീനെല്ലാം ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചെമ്മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ മുളകും മഞ്ഞളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മളിനി ഇതിലേക്ക് മസാലയിലേക്ക് വേറെ തന്നെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം എന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയിലും തക്കാളിയിലേക്ക് മാത്രമായിട്ടൊന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആവാനായിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കാം. മസാലയൊക്കെ ഇവിടെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് നമുക്കൊക്കെ ഇവിടെ ഇഷ്ടം. അതായത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ പോലെ ആവാൻ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ, കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ചാൽ തന്നെ നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആവും. അങ്ങനെ ഇപ്പം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ചതച്ചതുണ്ടല്ലോ അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ നേരത്തെ അരച്ച് വെച്ച ആ ക്യാപ്സിക്കം പേസ്റ്റ് ഉണ്ടല്ലോ അതിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ശരിക്കും ചേർക്കാൻ വിട്ടുപോയതാണ്. ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് അത്. അപ്പം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിനി പ്രത്യേകിച്ചൊരു നാരങ്ങ നീരിൻ്റെയോ തൈരിൻ്റെയോ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ എന്തായാലും അതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഇപ്പം ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ 1-2 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ സമയം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ കുക്കറിലാവുമ്പം. അപ്പം ഞാനിപ്പം കുക്കർ ചൂടാക്കിയിട്ട് ഓയിലും ഗീയും അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഉണ്ടോ ഒന്നങ്ങ് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം, എന്നാലേ ഈ ഒരു മസാലയിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ മസാല ആവുന്ന അതേ സമയത്ത് തന്നെ ചോറും കൂടെ റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദം ചെയ്യാമല്ലോ. അപ്പം ഞാനിപ്പം ഓയിലും നെയ്യും ഒക്കെ ചൂടായി വന്നപ്പം സ്പൈസസും അതുപോലെ തന്നെ ഉള്ളിയും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് കണക്കായിട്ട് 2.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ അരി എടുത്തത് സെയിം ഗ്ലാസ്സിൽ തന്നെ അളന്നിട്ട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം.
അപ്പം നെയ്ച്ചോറിൽ നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ചോറ് നല്ല മണിമണിയായിട്ട് തന്നെ കിട്ടും, ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. പിന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം നാരങ്ങ നീരിന് പകരം അരമുറി തക്കാളി അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ നാരങ്ങ നീരല്ലെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. അപ്പോഴേക്കും നമ്മുടെ മസാലയിൽ നിന്നുള്ള തക്കാളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി ഉടച്ചെടുക്കണം. തക്കാളി ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നാരങ്ങ ഞാനങ്ങ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഉപ്പ് വേണം തോന്നുവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം നാരങ്ങ ചേർത്താലാണ് ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെമ്മീനാണ്. പൊരിച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർക്കുക. കാരണം നമ്മൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ ഉപ്പൊക്കെ ചേർത്തതാണല്ലോ, ആ ഒരു മസാലയും കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എന്തായാലും അതിലും ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 3/4 ഭാഗത്തോളം ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗാർണിഷിങ്ങിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചേർക്കാനുള്ളത്, ഇനി ഫൈനലി ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ക്യാപ്സിക്കം അരച്ചെടുത്തതുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ക്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പം എൻ്റെ അടുത്ത് അതങ്ങ് വിട്ടുപോയി നേരത്തെ അതങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ അരിഞ്ഞതും കൂടെ വിതറി കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. അപ്പോഴേക്കും ചെമ്മീൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങും, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിനിടയിൽ നെയ്ച്ചോറിന് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറാനായിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറിൻ്റെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വിസിലിടുന്നില്ല. അതൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ആവി പുറത്തേക്ക് വരുമല്ലോ, ആ സമയത്ത് വിസിലങ്ങ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ആവി പുറത്ത് പോകുമ്പം വിസിലങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. പിന്നെ ഫ്ലെയിം ഓണാക്കിയിട്ട് വെക്കരുത്. പിന്നെ അത് ചോറ് കൂടുതലായിട്ട് എന്താ പറയുക, വെന്ത പോലെ ആയിപ്പോവും. മാത്രമല്ല ഫ്ലെയിം നമ്മൾ വെക്കുമ്പം ഹൈ ഫ്ലെയിമിൽ, നമ്മുടെ ഗ്യാസിന് എത്രയാണോ ഫ്ലെയിം കൂടുതലുള്ളത് ആ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു വിസിലടിക്കുക. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല മണിമണിയായിട്ടുള്ള ചോറ് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്നങ്ങനെ അങ്ങ് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ദം ചെയ്യാനാണുള്ളത്. അപ്പം നെയ്ച്ചോറൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ റിലീസായതിന് ശേഷമാണ് ഞാനിപ്പം കുക്കറിൻ്റെ മൂടി തുറന്നത്. നമുക്കൊന്ന് നോക്കാം നെയ്ച്ചോറ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കണ്ടോ, നല്ല മണിമണിയായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കുഴഞ്ഞ പോലെയൊന്നും ആയിട്ടില്ല. ചിലർക്ക് വെക്കുമ്പം എന്തായാലും കുക്കറിൽ വെക്കുമ്പം കുഴഞ്ഞ പോലെ ആവുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലിന് ഓഫ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെക്കാട്ടിലും ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചാൽ മതി. അതായത് നമ്മളിപ്പം നെയ്ച്ചോറിന് 2 ഗ്ലാസ്സാണ് വെള്ളം പാത്രത്തിൽ വെക്കുമ്പോൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കുമ്പം 1.25 കപ്പൊക്കെ എടുത്താൽ മതിയാവും. അതിൽ നിന്നൊരു 1/4 കപ്പ് സാധാരണ പാത്രത്തിൻ്റെ എടുക്കുന്നതിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം അങ്ങ് ഒഴിവാക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല മണിമണിയായിട്ട് ചോറ് കിട്ടും. കാരണം പ്രഷർ കുക്കറിൽ എപ്പോഴും പ്രഷർ ഇങ്ങനെ അടിഞ്ഞിട്ടാണല്ലോ നിൽക്കുക. അപ്പോൾ ഒരുപാട് അങ്ങനെ അങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞ പോലെ ആയിപ്പോവും ചോറ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ദം ചെയ്യാം. ഞാനിപ്പോൾ മസാല ഉണ്ടാക്കി ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിലേക്ക് മുകളിൽ കുറച്ച് ചോറൊക്കെ അങ്ങനെ അങ്ങ് ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് ചോറ് ഞാനിപ്പോൾ മുകളിൽ അങ്ങനെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പൊരിച്ച ഉള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില അതൊക്കെ അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം. പൊരിച്ച നട്ട്സും കൂടെ അങ്ങ് വിതറി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇനി ഒന്നങ്ങ് ദം ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ചോറ് എന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാം, റൈസ് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇതങ്ങ് സെർവ് ചെയ്യാം. അപ്പം പൊതുവേ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനിപ്പം ചെയ്യുന്നത്. ഒരുമിച്ച് മസാലയും റൈസും സെർവ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യാറ്. ചോറ് നമ്മുടെ മസാല കാണുന്നിടം വരെ അങ്ങനെ അങ്ങ് ചോറെടുത്ത് കോരി മാറ്റാം.
ഞാനിപ്പം ദം ചെയ്യുമ്പോൾ മുഴുവൻ ചോറും അങ്ങനെ മസാലൻ്റെ മുകളിൽ അങ്ങനെ ദം ചെയ്ത് വെച്ചിട്ടില്ല. കുറച്ച് ചോറ് മാത്രമേ അങ്ങനെ മസാലയിൽ മുകളിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ആ കുക്കറിൽ തന്നെ ഉണ്ട്. അപ്പം ദമ്മ് മാറ്റിയെടുക്കുമ്പം അപ്പോൾ ദം പൊട്ടിക്കുമ്പോൾ എന്തായാലും ചോറ് വേറൊരു പാത്രത്തിൽ മാറ്റുന്നത് ആ നെയ്ച്ചോറിൻ്റെ പാത്രത്തിൽ തന്നെ മാറ്റുക. എന്നിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു മസാലൻ്റെ ഫ്ലേവർ എല്ലാ നെയ്ച്ചോറിലും അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദം ചെയ്യാറ്. ദം പൊട്ടിക്കാറും ഇങ്ങനെ തന്നെയാണ്. ഉണ്ടാക്കിയ നെയ്ച്ചോറിലേക്ക് തന്നെ ദമ്മിലുള്ള ആ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മൊത്തം നെയ്ച്ചോറിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം ഞാനിവിടെ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കളറോ അല്ലെങ്കിൽ പൊടികൾ കൂടുതലായിട്ടൊന്നും മസാലയിൽ ചേർത്തിട്ടില്ല. ആ ചെമ്മീൻ പൊരിച്ചെടുക്കുമ്പോഴുള്ള മസാല ഉണ്ടല്ലോ, മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ ഈ ചോറിനും കിട്ടിയിട്ടുള്ള കളറ്. വേറെ എക്സ്ട്രാ ഫുഡ് കളറോ അല്ലെങ്കിൽ സഫ്രോണോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. മസാലൻ്റെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചോറിനുണ്ടാവാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് സെർവ് ചെയ്യാം. ഞാനിപ്പം വീഡിയോന് വേണ്ടിയിട്ട് എന്തായാലും ഒരുമിച്ചിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ആ ഒരു ബൗളിൽ തന്നെ ചോറും മസാലയും സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മീനിൻ്റെ ആ ഒരു ഐറ്റം ആയതുകൊണ്ട് ഉമ്മാക്ക് ഇവിടെ മീൻ ഇങ്ങനെയുള്ളതാവുമ്പം തൈര് ഭയങ്കര പ്രശ്നമാണ്. തൈര് ചേർക്കൂല, മസാലയിലും ചേർത്ത് കൊടുക്കൂല. നമ്മൾ റൈത്ത ഉണ്ടാക്കുമ്പോൾ അതിൽ തൈര് ഉണ്ടാവില്ല, വെറും ഉള്ളിക്കച്ചമ്പർ മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സെർവ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഉള്ളിക്കച്ചമ്പറും അതുപോലെ തന്നെ നല്ല അച്ചാറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ചെമ്മീൻ പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും അതിന് വേറെ ഒരു ടേസ്റ്റാണ്. അപ്പം ചെമ്മീൻ കണ്ടപ്പോൾ എന്തായാലും ഈ വെറും ചോറിനെക്കാട്ടിലും കുറേ നാളായില്ലേ ചെമ്മീൻ ബിരിയാണി കഴിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നല്ല ചൂട് ചെമ്മീൻ ബിരിയാണി, അതിൻ്റെ കൂടെ നല്ലൊരു ചൂട് ലൈം ടീയും കൂടെ ഉണ്ട്. കച്ചമ്പറും അച്ചാറും ഒക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി എല്ലാവരും ഇതേ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.